അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത പടമുള്ളൂ തൊമ്മനും മക്കളും. ബെന്നിച്ചേട്ടൻ എഴുതി, ഞാൻ ഡയറക്റ്റ് ചെയ്ത. അപ്പോൾ അതിൻ്റെ തമിഴ് ചെയ്തിരുന്നു, വിക്രമാണ് അഭിനയിച്ചത് തമിഴിൽ. അപ്പോൾ വിക്രമിന് എന്താണ് ചാന്ത് പൊട്ട് ഇവിടെ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, ചാന്ത് പൊട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൂട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് കണ്ടത് സിനിമ കണ്ടിട്ട് പുള്ളി പുറത്തിറങ്ങിയിട്ട് ആദ്യം പറഞ്ഞത്, ഈ തൊമ്മനും മക്കളിലെ രാജം പി ദേവും ചാന്ത് പൊട്ടിലെ രാജം പി ദേവും തമ്മിൽ ഒരു ബന്ധമില്ല, രണ്ടാൾക്കാരാണ് തോന്നുന്നു. സത്യമാണ്. അതാ. അപ്പം പുള്ളി നിന്നിട്ട് എടുത്തു പറഞ്ഞു, മലയാളത്തിലെ ആർട്ടിസ്റ്റുകളിലെ ഒരു സംഭവം അതാണ്. ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറുമ്പോൾ തുറയിലാശാനോ അങ്ങനെ അതിന് വ്യത്യാസമല്ല. മറ്റേ ചോട്ടാ മുംബൈയിലുള്ള പാമ്പ് ചാക്കോ വേറൊരാളല്ല, 100% വേറെ ബോഡി ലാംഗ്വേജ് മാറല്ലേ. അത് നമുക്ക് അങ്ങനത്തെ ഒരു പിടി നടന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ, പലർക്കും അറിയാവുന്ന കാര്യമുണ്ട് എങ്കിലും ഈ ചാന്തുപൊട്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാണ്. ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയും ബെന്നിച്ചേട്ടന്റെ നാടകമായിരുന്നു. അറബിക്കടലും അത്ഭുത വിളക്കെന്ന് പറയുന്ന നാടകമായിരുന്നു. ആ നാടകം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രമായ രാധാകൃഷ്ണൻ, അന്ന് പേര് വേറെ ആയിരുന്നു, വേറെ അത് അവതരിപ്പിച്ചത് ബെന്നിച്ചേട്ടനായിരുന്നു. ഇപ്പം നമ്മള് കാട്ടുകുതിര രാജേട്ടൻ എത്രയോ വേദികളിൽ ചെയ്തെങ്ങനെ സിനിമയപ്പ് തിലയഞ്ചേട്ടൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമയപ്പ് ദിലീപേട്ടനാണ് ചെയ്തെങ്കിലും അതിന്റെ നാടകത്തിന്റെ വെർഷനിലെ ഹീറോ ആയിട്ടുള്ള ആളാണ് ബെന്നിച്ചേട്ടൻ. അത് ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. ആ കഥാപാത്രത്തിന്റെ ഒരു വിഷയമാണ് അതിന്റെ കാതലായ വിഷയം. പക്ഷെ രാജേട്ടന് അതിനെ പെർഫോം ചെയ്യാനുള്ള അപ്പന്റെ റോളായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ചാന്തുപൊട്ടില് ലാൽ സാർ ചെയ്ത വേഷം രാജേട്ടൻ നാടകത്തില് രാജേട്ടനാണ് ചെയ്തത്. രാജേട്ടനിലൂടെയാണ് ആ മുഴുനീളം കഥ പോയിക്കൊണ്ടിരുന്നത്. സെൻട്രൽ ക്യാരക്ടർ ഇതാണെങ്കിലും കൂടുതൽ പെർഫോമൻസിന് ചാൻസ് രാജേട്ടന്റെ ക്യാരക്ടറാണ്. കാരണം രാജേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നാടകങ്ങൾ ബുക്ക് ചെയ്യപ്പെട്ടിരുന്നതും ആൾക്കാരുടെ ഓഡിയൻസ് മൊത്തം രാജേട്ടന്റെ പെർഫോമൻസ് കാണാൻ. അതുകൊണ്ട് എൻ്റെ കഥാപാത്രം ഒരു ചുരുക്കത്തിൽ അങ്ങനെ പോയിരുന്നാണെങ്കിലും പ്രധാന വിഷയം അതായിരുന്നു മാത്രമേ ഉള്ളൂ.